നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിധിയെഴുതി രാജ്യ തലസ്ഥാനം ഡൽഹിയിൽ വോട്ടെണ്ണൽ ഫെബ്രുവരി 8-ന്. ചോദ്യപേപ്പർ ചോർച്ച. MS സൊല്യൂഷൻസിലെ 2 അധ്യാപകർ കസ്റ്റഡിയിൽ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 15% അധിക തീരുവ ചുമത്തി ചൈന. നെന്മാറ ഇരട്ട കൊലപാതകം. അയൽക്കാരിയെ കൊല്ലാൻ കഴിയാത്തതിൽ നിരാശയുണ്ടെന്ന് പ്രതി. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ നിർണായക പ്രഖ്യാപനം. ഗാസ മുൻപ് ഏറ്റെടുക്കുവാൻ അമേരിക്ക. വാർത്തകൾ വിശദമായി. ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് അവസാനിച്ചു. ആം ആദ്മി, BJP, കോൺഗ്രസ് പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് ഡൽഹി വേദിയായത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ഡൽഹി മുഖ്യമന്ത്രി അതിഷി, AAP നേതാവ് മനീഷ് സിസോദിയ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. 70 മണ്ഡലങ്ങളിലായി 699 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. 1.55 കോടി വോട്ടർമാരാണ് ഡൽഹിയുടെ ജനവിധി നിർണ്ണയിക്കുക. ഇതിൽ 83,76,173 പേർ പുരുഷ വോട്ടർമാരും 72,36,560 പേർ സ്ത്രീ വോട്ടർമാരുമാണ്. 1,267 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട്. 13,766 പോളിംഗ് ബൂത്തുകളിലായാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഫെബ്രുവരി 8-നാണ് വോട്ടെണ്ണൽ. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രധാന എതിരാളികളായ BJPയെയും കോൺഗ്രസിനെയും നിഷ്പ്രഭരാക്കിയായിരുന്നു ആം ആദ്മി അധികാരത്തിലെത്തിയത്. ഇത്തവണയും 55 സീറ്റുകളിൽ വിജയിച്ച് അധികാരത്തിലെത്തുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ അവകാശവാദം. ഇത്തവണ ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് BJPയുടെ ആത്മവിശ്വാസം. കേന്ദ്ര ബഡ്ജറ്റിൽ മധ്യവർഗക്കാർക്ക് നൽകിയ പരിഗണന ഡൽഹിയിൽ വോട്ടായി മാറുമെന്നും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 27 വർഷമായി ഡൽഹിയിൽ അധികാരത്തിന് പുറത്താണ് BJP. അതിനാൽ തന്നെ ഭരണം പിടിക്കാൻ അരയും തലയും മുറുക്കിയാണ് BJP നേതൃത്വം രംഗത്തെത്തിയത്. ആം ആദ്മി പാർട്ടിയെയും BJPയെയും വെല്ലുവിളിച്ച് കരുത്തു കാണിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ 10 വർഷമായി ഡൽഹി നിയമസഭയിൽ പ്രാതിനിധ്യം കിട്ടാത്ത കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. ആദ്യം വോട്ട് പിന്നെ ജലപാനമെന്ന പതിവ് സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി. ദില്ലി സർക്കാരിനെതിരെ ഉയർന്ന പല ആരോപണങ്ങൾ ഉയർത്തിയായിരുന്നു വോട്ടർമാർക്ക് അമിത്ഷാ ജാഗ്രത നൽകിയത്. നല്ല വിദ്യാഭ്യാസം, സൗജന്യ ചികിത്സയടക്കം ജനപ്രിയ വാഗ്ദാനങ്ങൾ ഓർമ്മപ്പെടുത്തി കെജ്രിവാളും ആശംസകൾ നേർന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിലടക്കം ആം ആദ്മി പാർട്ടിയുടെ 2 MLAമാർ ഉൾപ്പെടെ 4 നേതാക്കൾക്കെതിരെ കേസെടുത്തു. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അമ്മാവൻ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി കരുതുന്നില്ലെന്ന് ഡോക്ടർമാർ. കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധരാണ് പരിശോധന നടത്തിയത്. പ്രതിയായ ഹരികുമാറിനെ മാനസികാസ്വസ്ഥമുള്ളതായി തോന്നുന്നില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായെന്ന് ഡോക്ടർമാർ പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റി. അറസ്റ്റിന് പിന്നാലെ റൂറൽ SP ഹരികുമാറിനെ മാനസികാസ്വസ്ഥമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്രതി പലപ്പോഴായി മൊഴി മാറ്റുന്നത് കൊലയുടെ കാരണം ഉൾപ്പെടെ വ്യക്തമാകുന്നതിനെ വെല്ലുവിളിയായി മാറുകയാണെന്നും മാനസിക പ്രശ്നമുണ്ടെന്നുമാണ് പോലീസ് പറഞ്ഞത്. ഇക്കാര്യം കോടതിയെയും അറിയിച്ചിരുന്നു. തുടർന്നാണ് കോടതി മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത്. 2 ദിവസം പ്രതിയെ ജയിലിൽ നിരീക്ഷിച്ചതിനു ശേഷം പരിശോധനയുടെ റിപ്പോർട്ട് കോടതിയിൽ നൽകും. തന്റെ താൽപര്യത്തിന് വഴങ്ങാത്തതിനാൽ സഹോദരി ശ്രീധുവിനോടുള്ള വിരോധമാണ് കുഞ്ഞിന്റെ കൊലയ്ക്ക് കാരണമെന്നാണ് ഹരികുമാർ ആദ്യം മൊഴി നൽകിയത്. കുഞ്ഞിനെ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ ശ്രീധുവിനെ തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് പ്രതിക്ക് തോന്നിയെന്നും കുഞ്ഞിന്റെ കരച്ചിൽ പ്രതിക്ക് അരോചകമായി മാറിയെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്. പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയതും വിരോധത്തിന് കാരണമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബാലരാമപുരം സ്വദേശികളായ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും 2 വയസ്സുകാരിയായ മകൾ ദേവേന്ദുവാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാവിലെ 8:15 കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്. കിഫ്ബി പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന റോഡുകളിൽ നിന്നും ടോൾ പിരിക്കുവാനുള്ള തീരുമാനത്തിൽ പച്ചക്കൊടി കാണിച്ച് ഇടതുമുന്നണി. ചെലവഴിച്ച പണം തിരികെ ലഭിക്കുവാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ആർക്കും ബദൽ സംവിധാനം നിർദ്ദേശിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വികസനം നടത്തണമെങ്കിൽ ടോൾ ഏർപ്പെടുത്തിയേ മതിയാവൂ. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും മുന്നണി പരിശോധിച്ചുവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ടോൾ സംബന്ധിച്ച് LDFൽ ഭിന്നതയില്ല. പ്രതിപക്ഷത്തിന് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്.
അതേസമയം കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന വാർത്ത ധനമന്ത്രി KN ബാലഗോപാൽ നിഷേധിച്ചു. കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുന്ന വിഷയത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയത്. പരിശോധിച്ചത് സാധ്യത മാത്രമാണെന്നും മന്ത്രി വിശദീകരിച്ചു. എന്നാൽ ടോൾ പിരിക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ടോൾ ഈടാക്കാനുള്ള കരട് നിയമത്തിൽ ടോളിന് പകരം യൂസർ ഫീസ് എന്നാണ് പരാമർശിക്കുന്നത്. നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ സർക്കാർ ബില്ല് കൊണ്ടുവന്നേക്കും. കിഫ്ബി നിർമ്മിച്ച സംസ്ഥാന പാതകളിലൂടെ 15 കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്നായിരിക്കും യൂസർ ഫീസ് ഈടാക്കുകയെന്നാണ് കരട് നിയമത്തിൽ പറയുന്നത്. ഇന്ധന സൈഡായി പിരിക്കുന്ന പണവും മോട്ടോർ വാഹന നികുതിയുടെ 50% കിഫ്ബിയിലേക്ക് നൽകുന്നതിന് പുറമെയാണ് ഇപ്പോൾ ടോൾ പിരിക്കാനുള്ള തീരുമാനവും വരുന്നത്. 2022-23 2469.69 കോടി രൂപയാണ് ഇതുവഴി സർക്കാർ കിഫ്ബിയിലേക്ക് നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ച കേസിലെ MS സൊല്യൂഷൻസിലെ 2 അധ്യാപകർ കസ്റ്റഡിയിൽ. കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി ജിഷ്ണു, മലപ്പുറം സ്വദേശി ഫഹദ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. കേസിലെ മുഖ്യപ്രതി MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ അറസ്റ്റ് കോടതി നേരത്തെ തടഞ്ഞിരുന്നു. 10ാം ക്ലാസ് ക്രിസ്തുമസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടതും ഷുഹൈബിനെ അടക്കം പ്രതി ചേർത്തതും. വിശ്വാസവഞ്ചന ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റ് സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. SSLC കെമിസ്ട്രി പരീക്ഷയ്ക്ക് MS സൊല്യൂഷൻ ക്ലാസ്സിൽ പ്രവചിച്ച പാഠഭാഗങ്ങളിൽ നിന്നുള്ള 32 മാർക്കിന്റെ ചോദ്യങ്ങൾ പരീക്ഷയിൽ വന്നെന്നായിരുന്നു ആരോപണം. ചോദ്യപേപ്പർ ചോർത്തി പുതിയ രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തതെന്നായിരുന്നു KSU ആരോപിച്ചത്. എന്നാൽ മറ്റ് പ്ലാറ്റ്ഫോമുകൾ പറഞ്ഞ ഭൂരിഭാഗം ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്നപ്പോഴും ആരോപണം ഉയർന്നത് തങ്ങൾക്കെതിരെ മാത്രമാണെന്നാണ് MS സൊല്യൂഷൻസ് ആരോപിക്കുന്നത്. കഴിഞ്ഞ 3 പാദവാർഷിക പരീക്ഷകളിലായി പൊതുവിദ്യാലയങ്ങളിലെ ചോദ്യക്കടലാസ് MS സൊല്യൂഷൻസ് ചോർത്തി യൂട്യൂബ് ചാനലിലൂടെ നൽകിയിരുന്നതായി വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിരുന്നു. 2017 തുടങ്ങിയ ചാനലിന്റെ വ്യൂവർഷിപ്പിൽ വൻ വർധനയുണ്ടായത് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യങ്ങൾ പ്രവചിച്ച ശേഷമാണ്. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുത്ത് ഹരിയാന പോലീസ്. യമുന നദിയിലെ വെള്ളത്തിൽ ഹരിയാന വിഷം കലർത്തുന്നുവെന്ന കേജ്രിവാളിന്റെ പരാമർശത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ജഗ്മോഹൻ മൻചണ്ട എന്നയാളുടെ പരാതിയിൽ കുരുക്ഷേത്രയിലെ ഷഹാബാദ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കലാപത്തിനെ പ്രേരിപ്പിച്ചു, വിദ്വേഷം പടർത്തി, മനഃപൂർവ്വം മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് കെജ്രിവാളിനെതിരെ ചുമത്തിയത്. ഡൽഹിയുടെ കുടിവെള്ള വിതരണം തകർക്കാൻ ഹരിയാനയിലെ BJP സർക്കാർ യമുനയിൽ വിഷം കലർത്തുന്നെന്നായിരുന്നു കെജ്രിവാളിന്റെ ആരോപണം. പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെജ്രിവാളിനോട് വിശദീകരണം തേടിയിരുന്നു. ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ യമുനയിലെ അമോണിയ അളവ് ഉയർന്നെന്ന് ഡൽഹി ജല ബോർഡിനെ ഉദ്ധരിച്ച് കെജ്രിവാൾ കമ്മീഷന് നൽകിയ മറുപടിയിൽ പറഞ്ഞു. ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമാണ് ഡൽഹിക്ക് കുടിവെള്ളം കിട്ടുന്നത്. വെള്ളം വളരെ മലിനവും ആരോഗ്യത്തിന് ദോഷമുള്ളതുമാണ്. അരാജകത്വം സൃഷ്ടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ BJP സർക്കാർ വെള്ളത്തിൽ വിഷം കലർത്തുകയാണ്. ഡൽഹി ജല ബോർഡിന്റെ ജാഗ്രത കൊണ്ടാണ് തടയാനായതെന്നും അദ്ദേഹം പറഞ്ഞു. പരാമർശത്തെ തുടർന്ന് ഹരിയാന കോടതി കെജ്രിവാളിനെ സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. 17 മുമ്പ് കോടതിയിൽ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യമുനയിലെ അമോണിയയുടെ അളവ് സാധാരണ നിലയേക്കാൾ 700 മടങ്ങ് കൂടുതലാണെന്ന് ദില്ലി ജല ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം. മനുഷ്യന്റെ ആരോഗ്യത്തിന് ഇത് അത്യന്തം അപകടകരമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം ഈ ആരോപണം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി യമുനയിലെ വെള്ളം കുടിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവ ചുമത്തലിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി ചൈന. കൽക്കരിയും പ്രകൃതിവാതകവും ഉൾപ്പെടെ US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവ ഏർപ്പെടുത്തുന്നതായി ചൈന അറിയിച്ചു. ഇതുകൂടാതെ അന്യായ വഴിയിൽ കുത്തക പിടിക്കുവാൻ നോക്കിയതിന് US കമ്പനിയായ ഗൂഗിളിനെതിരെ ചൈന അന്വേഷണവും പ്രഖ്യാപിച്ചു. ടങ്സ്റ്റൺ അനുബന്ധ സാധനങ്ങളുടെ കയറ്റുമതി നിയന്ത്രിക്കാനും PVH കോർപ്പറേഷൻ, കാൽവിൻ ക്ലെയിൻ, ഇലുമിന കമ്പനി എന്നിവയെ വിശ്വാസയോഗ്യമല്ലാത്തവരുടെ പട്ടികയിൽപ്പെടുത്താനും ചൈന തീരുമാനിച്ചു. ട്രംപിന്റെ ഏകപക്ഷീയമായ നികുതി വർധനയ്ക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ ചൈന പരാതിയും നൽകി. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കൽക്കരിക്കും
ദ്രവീകൃത പ്രകൃതിവാതകത്തിനും ചൈന 15% തീരുവ ചുമത്തും. അസംസ്കൃത എണ്ണ, കാർഷികാവശ്യത്തിനുള്ള യന്ത്രങ്ങൾ, വലിയ എഞ്ചിനുള്ള കാറുകൾ എന്നിവയ്ക്ക് 10% നികുതി ഏർപ്പെടുത്തും. ഇത് തിങ്കളാഴ്ച നിലവിൽ വരും. യുഎസിന്റെ ഏകപക്ഷീയമായ നികുതി ചുമത്തൽ ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിൽ താരിഫ് കമ്മീഷൻ കുറ്റപ്പെടുത്തി. ഇത് യുഎസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കില്ലെന്നും ചൈനയുമായുള്ള സാധാരണ സാമ്പത്തിക വ്യവസായ സഹകരണം പോലും തകരാറിലാക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. ലോകത്ത് ഏറ്റവുമധികം LNG ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. എന്നാൽ യുഎസിൽ നിന്ന് കാര്യമായി വാങ്ങുന്നില്ല. 2023 ചൈന ഇറക്കുമതി ചെയ്ത LNGയുടെ 2.3% മാത്രമേ യുഎസിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ആധുനിക സാങ്കേതിക വിദ്യാരംഗത്ത് അത്യാവശ്യമുള്ള ധാതുക്കളുടെ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. യുഎസിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ആവശ്യമെന്ന് US ജിയോളജിക്കൽ സർവേ പറഞ്ഞിട്ടുള്ള ധാതുക്കളായ ടങ്സ്റ്റൺ, ടെലൂറിയം, ബിസ്മത്ത്, മോളിബ്ഡിനം, ഇൻഡിയം ഉൾപ്പെടെയുള്ളവ നിയന്ത്രണത്തിന്റെ പരിധിയിൽ വരും. ചൈനയിലെ കുത്തക വിരുദ്ധ നിയമങ്ങൾ അനുസരിച്ച് ഗൂഗിളിനെതിരെ അന്വേഷണം നടത്തുമെന്ന് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഫോർ മാർക്കറ്റ് റെഗുലേഷൻ അറിയിച്ചു. ചൈനയിൽ ഗൂഗിളിന്റെ പ്രവർത്തനം വ്യാപകമല്ല. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ അവിടെ തടഞ്ഞിരിക്കുകയാണ്. ചൈനീസ് സർക്കാരിന്റെ സെൻസർഷിപ്പ് നിയമങ്ങൾക്ക് വഴങ്ങാൻ വിസമ്മതിച്ച് 2010 കമ്പനി അവിടം വിട്ടിരുന്നു. കാൽവിൻ ക്ലെയിൻ, ടോമി ഹിൽഫിഗർ എന്നീ ബ്രാൻഡുകളുടെ ഉടമകളായ PVH ഗ്രൂപ്പ് ബയോടെക്നോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന ഇലുമിന എന്നീ കമ്പനികളെ ചൈന വിശ്വസിക്കാൻ കൊള്ളാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഏർപ്പെടുത്തി. ഈ പട്ടികയിലുള്ള കമ്പനികൾക്ക് ചൈനയിലേക്ക് കയറ്റിറക്കുമതിക്കോ അവിടെ പുതിയ നിക്ഷേപം ഇറക്കാനോ കഴിയില്ല. ആദ്യവട്ടം പ്രസിഡന്റ് ആയിരിക്കെ 2018 ട്രംപ് ചൈനീസ് ചരക്കുകൾക്ക് തീരുവ ഏർപ്പെടുത്തിയപ്പോഴും ഇതേ രീതിയിൽ അവർ തിരിച്ചടിച്ചിരുന്നു. യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ ഹമാസ് സംഘർഷം ഗാസയെ വാസയോഗ്യമല്ലാതാക്കിയെന്നും മേഖലയിൽ നിന്ന് പാലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിർണായക കൂടിക്കാഴ്ചയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ട്രംപും നെതന്യാഹുവും ചർച്ച ചെയ്തു. ഗാസയെ പുനർനിർമ്മിച്ച് മനോഹരമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഗാസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ല. യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ല. അതിനാൽ ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പാലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അടുത്തയാഴ്ച ജോർദാൻ രാജാവ് വൈറ്റ് ഹൌസിൽ എത്താനിരിക്കെയാണ് ട്രംപിന്റെ നിർദ്ദേശം. അതേസമയം ചർച്ചകൾക്ക് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ പുകഴ്ത്തി. ഇസ്രായേലിനെ ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുഹൃത്താണ് ട്രംപ് എന്നായിരുന്നു നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. ട്രംപിന്റെ നേതൃത്വ പാടവത്തെ പ്രശംസിച്ച നെതന്യാഹു ശ്രദ്ധിക്കേണ്ട ഒരാശയമാണ് ട്രംപ് മുന്നോട്ട് വെച്ചതെന്നും ഇത് ചരിത്രമാകുമെന്നും വ്യക്തമാക്കി. ട്രംപിന്റെ ശക്തമായ നേതൃത്വവും സമ്മർദ്ദവും കാര്യങ്ങൾ ഇവിടെ വരെ എത്തിക്കാൻ ഇസ്രായേലിനെ സഹായിച്ചതെന്ന് നെതന്യാഹു പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് മറ്റൊരു രാജ്യത്തിന്റെ ഭരണത്തലവൻ അമേരിക്കയിൽ എത്തുന്നത്. രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ അടുത്തയാഴ്ച ആരംഭിക്കും. പലസ്തീൻ പൗരന്മാരെ ഗാസയിൽ നിന്ന് മാറ്റണമെന്ന ട്രംപിന്റെ പ്രസ്താവനയെ നേരത്തെ തന്നെ ഈജിപ്തും ജോർദാനും ഹമാസും ഉൾപ്പെടെ തള്ളിയിരുന്നു. അതേസമയം പലസ്തീനകളെ കുടിയൊഴിപ്പിച്ച് ഗാസ ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ പലസ്തീൻ അനുകൂലികൾ വൈറ്റ് ഹൌസിനു മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു. പലസ്തീൻ വിൽപ്പനയ്ക്കില്ലെന്ന് മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം. ഗാസയിൽ തുടരാനുള്ള പലസ്തീനുകളുടെ ആഗ്രഹം ലോക നേതാക്കൾ മാനിക്കണമെന്ന് പലസ്തീൻ UN പ്രതിനിധി റിയാദ് മൻസൂർ പറഞ്ഞു. തകർക്കപ്പെട്ടെങ്കിലും ഗാസ തങ്ങളുടെ മാതൃരാജ്യമാണെന്നും റിയാദ് മൻസൂർ കൂട്ടിച്ചേർത്തു. പലസ്തീനികളെ കുടിയൊഴിപ്പിക്കണമെന്ന നിർദ്ദേശം നിരസിക്കുന്നതായി സൗദി അറേബ്യയും അറിയിച്ചു. വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ സ്ത്രീകളടക്കമുള്ള സംഘത്തെ പോലീസ് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ പത്തനംതിട്ട SIക്ക് ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിനിടെ SI S ജിനുവിനെ ജില്ലാ പോലീസ് ഓഫീസിലേക്ക് സ്ഥലം മാറ്റി. സംഭവത്തിൽ 2 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. മർദ്ദനമേറ്റ സിത്താരയുടെ പരാതിയിൽ പോലീസിനെതിരെയും ബാർ ജീവനക്കാരുടെ പരാതിയിൽ ബാറിൽ പ്രശ്നമുണ്ടാക്കിയ 10 പേർക്കെതിരെയുമാണ് കേസ്. വിഷയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ബാറിന് സമീപം സംഘർഷമുണ്ടായത് അറിഞ്ഞെത്തിയ പത്തനംതിട്ട സ്റ്റേഷനിലെ SI S ജിനുവും സംഘവുമാണ് വിവാഹ സംഘത്തെ ആക്രമിച്ചത്.
ഇന്നലെ രാത്രി 11 മണിയോടെ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലായിരുന്നു സംഭവം. വിവാഹ ചടങ്ങിന് പോയി മടങ്ങി വന്ന കോട്ടയം സ്വദേശികൾ വിശ്രമത്തിനായി വാഹനം വഴിയരികിൽ നിർത്തി. 20 അംഗ സംഘമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ചിലർ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് പത്തനംതിട്ട SIയും സംഘവും സ്ഥലത്തെത്തി ലാത്തിചാർജ് നടത്തിയത്. SI ജിനു അടക്കമുള്ള പോലീസ് സംഘമാണ് റോഡിൽ നിന്നവരെ മർദ്ദിച്ചത്. മുണ്ടക്കയം സ്വദേശി സിത്താര, ഭർത്താവ് ശ്രീജിത്ത്, ബന്ധു ഷിജിൻ എന്നിവർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു. വാഹനത്തിന് പുറത്തുനിന്ന മറ്റുള്ളവർക്കും അടികിട്ടി. അതിക്രമം നടത്തിയ ശേഷം പോലീസ് സംഘം വളരെ വേഗം സ്ഥലം വിട്ടു. ബാറിനു മുന്നിൽ ചിലർ പ്രശ്നമുണ്ടാക്കുന്നെന്ന് വിവരം ലഭിച്ചാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണെന്ന് പോലും അന്വേഷിക്കാതെ പോലീസ് പൊതിരെ തല്ലിയത് എന്തിനാണെന്ന ചോദ്യത്തിന് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും മറുപടിയില്ല. പരിക്കേറ്റവരുടെ മൊഴിയിൽ SI അടക്കം പോലീസുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ് പൂർത്തിയായി. എലവഞ്ചേരി അഗ്രോ എക്യുപ് എന്ന സ്ഥാപനത്തിലെത്തിച്ചാണ് പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തിയത്. പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച കത്തി വാങ്ങിയത് ഇവിടെ നിന്നാണെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു. അയൽക്കാരിയായ പുഷ്പയെ കൊല്ലാൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്ന് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പറഞ്ഞു. താൻ നാട്ടിൽ വരാതിരിക്കാൻ പുഷ്പ ഉൾപ്പെടെയുള്ളവർ പോലീസിൽ നിരന്തരം പരാതി കൊടുത്തിരുന്നെന്ന് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ ചെന്താമര പറഞ്ഞു. ചെയ്തത് വലിയ തെറ്റാണെന്നും പരോളിനെ ശ്രമിക്കില്ലെന്നും പ്രതി പറഞ്ഞു. രാവിലെ ചെന്താമരയെ പോത്തുണ്ടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആലത്തൂർ കോടതിയിൽ പോലീസ് നൽകിയ അപേക്ഷയെ തുടർന്ന് ഉച്ചയ്ക്ക് 12ഓടെയാണ് പ്രതിയെ വിട്ടുകിട്ടിയത്. വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. 8 വാഹനങ്ങളിലായി 400ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. 1 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിൽ ഭാവഭേദമൊന്നുമില്ലാതെ കുറ്റകൃത്യം നടത്തിയ രീതിയെക്കുറിച്ച് ചെന്താമര പോലീസിനോട് വിശദീകരിച്ചു. കൊലപാതകങ്ങൾക്ക് ശേഷം രക്ഷപ്പെട്ട മലയിലേക്കുള്ള വഴി, ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലങ്ങൾ, പ്രതിയുടെ വീട്, കൃത്യം നടന്ന സ്ഥലം എന്നിവിടങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടന്നു. നാളെയും തെളിവെടുപ്പ് തുടരും. പ്രതി ആയുധങ്ങൾ വാങ്ങിച്ച കടകളിലുൾപ്പെടെയാണ് നാളെ തെളിവെടുപ്പ് നടക്കുക. എന്നാൽ ചെന്താമരയ്ക്ക് കത്തി വിറ്റിട്ടില്ല എന്നായിരുന്നു സ്ഥാപന ഉടമയുടെ പ്രതികരണം. കത്തി വാങ്ങിയതിന് തെളിവുകൾ ഉണ്ടെന്ന് ആലത്തൂർ ഡിവൈഎസ്പി N മുരളീധരൻ പ്രതികരിച്ചു. ചെന്താമര കാട് വെട്ടാനായി എലവഞ്ചേരിയിലെ മറ്റൊരു കടയിൽ നിന്നും കത്തി വാങ്ങിയിരുന്നു. ഇവിടെയും തെളിവെടുപ്പ് നടത്തി. എലവഞ്ചേരിയിലെ കടയുടമ ചെന്താമരയെ തിരിച്ചറിഞ്ഞു. മകളെ ഒരുപാട് ഇഷ്ടമാണെന്നും ചെന്താമര പോലീസിന് മൊഴി നൽകി. അയൽവാസിയായ പുഷ്പയാണ് തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണമെന്നും പുഷ്പ രക്ഷപ്പെട്ടെന്നും ചെന്താമര വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തന്റെ മകൾക്ക് വീട് നൽകാനുള്ള ആഗ്രഹം ഇന്ന് പോലീസിനോട് ചെന്താമര വെളിപ്പെടുത്തിയത്. അയാൾ അങ്ങനെ പറഞ്ഞാലും ആ വെട്ടുകത്തിയുടെ ബാക്കിൽ ഒരു നമ്പർ ഉണ്ട്, അവരുടെ കമ്പനിയുടെ. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. പിന്നെ ഇയാൾ അതിനകത്തേക്ക് കടന്ന് ആ ലേത്ത് മെഷീൻ എവിടെ വെച്ചിരിക്കണമെന്ന് ഇയാൾ കാണിച്ചു. ഇയാൾ ഒരു പോകാത്ത ഒരാൾക്ക് ലേത്ത് മെഷീൻ എവിടെയാണ്, അതിലെങ്ങനെയാണ് ഹോൾ ഇട്ടെന്നൊന്നും അറിയില്ലല്ലോ. മകൾക്ക് വീട് കൊടുക്കണം, മകളെ ഭയങ്കര ഇഷ്ടമാണെന്നും കൂടി അന്ന് പുള്ളി ഇന്നലെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. വെട്ടാൻ ഉപയോഗിച്ച കത്തിയല്ല, വേറെ ഒരു കത്തി ഇയാൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. ഈ കാടൊക്കെ അയർക്കണ പോലുള്ള കത്തി അത് ഇയാൾ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. ഏകദേശം 1 മാസം മുമ്പായിരിക്കും. കറക്റ്റായിട്ട് ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഡെസേർട്ട് സഫാരി മാതൃകയിൽ പ്രത്യേക ടൂറിസം പാക്കേജ് പ്രഖ്യാപിച്ച ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടനാട്, പാതിരാമണൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ആവിഷ്കരിച്ചിരിക്കുന്ന പാക്കേജിനായി പ്രത്യേക ബോട്ടുകൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടൂറിസം, സാംസ്കാരിക വകുപ്പുകളുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പാക്കേജ് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ തനത് കലകൾ പ്രദർശിപ്പിക്കാനുള്ള വേദി കൂടിയായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നവീകരിച്ച ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയുടെയും ജലഗതാഗത വകുപ്പ് വാങ്ങിയ അത്യാധുനിക ബോട്ടുകളുടെയും സിൽറ്റ് പുഷർ മെഷീന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ നവീകരണം വേഗത്തിലാക്കുമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഭൂഗർഭ പമ്പുകളും അത്യാധുനിക പമ്പുകളും ഉൾപ്പെടുന്ന ഡിസൈനാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. എറണാകുളത്തേക്ക് വരുന്ന ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും NH-66 ദേശീയപാതയിലെ റോഡ് നിർമ്മാണത്തെ തുടർന്നുണ്ടാകുന്ന ഗതാഗത കുരുക്കിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി അരുക്കുറ്റി കൊച്ചി റൂട്ടിൽ ഉടൻ തന്നെ പ്രത്യേക ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യഥാക്രമം 100 അല്ലെങ്കിൽ 75 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന 2 കറ്റാമറൈൻ ബോട്ടുകളും 5 ഡിങ്കി ബോട്ടുകളുമാണ് ജലഗതാഗത വകുപ്പ് പുതുതായി വാങ്ങിയിട്ടുള്ളത്. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റേതാണ് തോടുകളിലെയും മറ്റും ചളി നീക്കം ചെയ്യുന്നതിനുള്ള സിൽറ്റ് പുഷർ മെഷീൻ.
കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗമായ മംഗളവനം മുതൽ ദർബാർ ഹാൾ വരെയുള്ള പ്രദേശങ്ങളെ സൈലന്റ് സോണാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. ഹൈക്കോടതി, വിവിധ കലാലയങ്ങൾ, ജനറൽ ആശുപത്രി തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഭാഗത്ത് വാഹന ഹോൺ നിരോധിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൊച്ചി കോർപ്പറേഷനുമായി സഹകരിച്ച് തയ്യാറാക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പിനെ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഹാജർ നിരയൊക്കെ വളരെ നല്ലതാണ്. ഏതാണ്ട് കഴിഞ്ഞ ആഴ്ച ഓടിച്ചതിന് 93.7% വണ്ടികൾ നമുക്ക് ഓടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രിപ്പുകൾ നമുക്ക് ഓടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 6.8% മാത്രമേ കുറവ് വന്നുള്ളൂ. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇന്നത്തെ ദിവസമായിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കാതെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും രാഷ്ട്രീയം നോക്കാതെ സമരത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വളരെ സന്തോഷവും അവരോട് പ്രത്യേകമായ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനോട്, KSRTCയോടും കാണിച്ച പ്രതിബദ്ധത, ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ കാണിച്ച ആത്മാർത്ഥത, അതുപോലെ തന്നെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട്, പൊതുയാത്രാ സംവിധാനം ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളോട് KSRTCയിലെ മറ്റ് സമരത്തിൽ പങ്കെടുക്കാതിരുന്ന ജീവനക്കാർ കാണിച്ച ഒരു മാന്യതയിലും അവരോട് നന്ദി അറിയിക്കുകയാണ്. ഈ ചില ബസ്സുകൾ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതെ, അത് സത്യമാണ്. അത് വാർത്തകൾ കറക്റ്റാണ്. കാരണം ബസ്സുകൾ ഏതാണ്ട് 7-8 ബസ്സോളം കൊട്ടാരക്കരയിൽ ഡാമേജ് ആക്കി. അത് ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി. കാരണം ബസ് സ്റ്റേഷൻ്റെ പുറത്ത് കിടന്ന വണ്ടികളല്ല ഡാമേജ് ആക്കിയത്. ബസ് സ്റ്റേഷൻ്റെ റോഡിൽ പാർക്ക് ചെയ്യുന്ന ഒരു വണ്ടിക്കും ഡാമേജ് ഇല്ല. ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി അവിടെ തന്നെ ഉള്ള ആളുകളായിരിക്കും. അല്ലാതെ അവിടെ ക്യാമറ ഇല്ലാന്ന് സാധാരണക്കാർക്ക് അറിയില്ല. സാധാരണക്കാർക്ക് വയറ് വലിച്ചു പൊട്ടിച്ചിട്ടൊരു കാര്യമില്ല. ഇന്നത്തെ സമരം വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രിപ്പുകളെല്ലാം ഓടും എന്ന് കണ്ടപ്പോൾ ചില ആളുകൾ അതൊരു അക്രമ പ്രവർത്തനമായിട്ട് വണ്ടി പൊതുമുതൽ നശിപ്പിച്ചു. പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള കേസ് എടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം തുടങ്ങി, പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. FIR ഇട്ട് DYSPയുടെ നേതൃത്വത്തിൽ ഞാൻ നേരിട്ട് DGP ആയിട്ട് മറ്റും സംസാരിച്ചിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതോടൊപ്പം KSRTC ജീവനക്കാരാണ് ചെയ്തതെങ്കിൽ അവരെ പിരിച്ചുവിടും. അതോടൊപ്പം ഈ താൽക്കാലിക ജീവനക്കാർ ഇന്ന് ജോലിയുടെ ഭാഗമായിട്ട് അത് നിയമവിരുദ്ധമാണ്. ഇല്ല, മാക്സിമം ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ മാക്സിമം വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ട്. നിയമവിരുദ്ധമൊന്നുമില്ല. KSRTC ബദലി എന്ന സംവിധാനം വരേണ്ടവർ വന്നില്ലെങ്കിൽ ബദലി എടുക്കാനായിട്ട് കോടതി ഉത്തരവുള്ളതാണ്. നിയമലംഘനമൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. എന്തെങ്കിലും ഇത് നശിപ്പിക്കാൻ, ഈ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ, ഇത് കരകയറണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ഇത് നശിപ്പിക്കാനുള്ള ചില വാർത്തകളാണ്. അതിനെയൊന്നും അത്തരം വാക്കുകളെയും അത്തരം ശബ്ദങ്ങളൊന്നും ദയവ് ചെയ്ത് മുഖവിലേക്ക് എടുക്കാതിരിക്കുക. ഇതിനെ ഒറ്റക്കെട്ടായി നിന്ന് ഒന്ന് രക്ഷിച്ചെടുക്കണം. ഇത് KSRTCയുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് KSRTC നന്നായിരിക്കുന്നത്. അത് പൊതുവികാരമാണ്. അത് അടച്ചുപൂട്ടുക എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാരിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ 8 വർഷമായി ഈ സമരക്കാർ പറയുന്നത് ഞാൻ കേട്ടു TV-യിൽ. ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 8 വർഷമായി, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് KSRTCക്ക് സർക്കാർ നൽകിയിട്ടുള്ളത് 10,000 കോടി രൂപയാണ്. 10,000 കോടി രൂപയാണ് KSRTC നിലനിൽപ്പിന് വേണ്ടി. എല്ലാ മാസവും സാധാരണക്കാരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാവുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് KSRTCയിൽ. അവർക്കുള്ള പെൻഷൻ കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഖജനാവിയിൽ നിന്ന് പൂർണ്ണമായും കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് ആണ് അവർ കൊടുക്കുന്നത്. 12 മാസം കൂടുമ്പോൾ പലിശ സഹിതം ഗവൺമെൻറ് തിരിച്ചടയ്ക്കുകയാണ്. ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് അത്രയും പണം ഒരുമിച്ചെടുക്കാനില്ലാത്തതുകൊണ്ട് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യമാണ്. ഇതൊന്നും മറന്ന് സംസാരിക്കരുത്. 50 കോടി രൂപ ഒരു മാസം ശമ്പളം നൽകാൻ തന്നെ KSRTCക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടും ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി സർക്കാർ 8 വർഷമായി എന്ത് ചെയ്തു എന്നൊരു നേതാവ് ഇപ്പം TV-യിൽ ഒരു ചാനൽ കണ്ടപ്പോൾ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. അയാൾക്ക് ലജ്ജയില്ലെങ്കിലും നമുക്ക് കേൾക്കുന്നവർക്കൊരു ലജ്ജയില്ലേ? ഇത് 10,000 കോടി രൂപ ഒരു പൊതുഗതാഗത സംവിധാനത്തിന് കൊടുത്ത ഏത് സംസ്ഥാനം ഇന്ത്യയിലുണ്ട്? 8 വർഷം കൊണ്ട് 10,000 കോടി രൂപ ഒരു പൊതുഗതാഗത സംവിധാനത്തെ, ഇത്രയും ജീവനക്കാരെ, 23,000 ജീവനക്കാരെ നിലനിർത്താൻ, ഈ ഒരു സംവിധാനം നിലനിർത്താൻ വേണ്ടി കൊടുത്ത ഏത് സർക്കാർ ഈ രാജ്യത്തുണ്ട്? നമ്മളെല്ലാത്തിനും ഒരു എന്ത് കള്ളവും, നട്ടാക്കുരുക്കാത്ത എന്ത് കള്ളവും ജനങ്ങൾ മുമ്പ് അവതരിപ്പിക്കാം എന്ന് പറയുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി നശിപ്പിച്ച, ഒരു 8 വണ്ടികൾ നശിപ്പിച്ച ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനെ കുറിച്ച് ആരെങ്കിലും ഒരാൾക്ക് നല്ല അഭിപ്രായമുണ്ടോ? ഈ സമരത്തിന് ആഹ്വാനം ചെയ്യാൻ നേതാക്കൾക്കുണ്ടോ? ഞാൻ KSRTC സമരത്തിന് ആഹ്വാനം ചെയ്യുകയും സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. സമരം ചെയ്തു തന്നെയാണ് നമ്മൾ പലതും നേടിയത്. അത് നല്ല കാര്യം. സമരം ചെയ്യുന്നത് തെറ്റേയല്ല. പക്ഷേ ഇത്തരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തും. ആരാണോ നോട്ടീസ് തന്നിട്ടുള്ളത് അവർക്ക് ഞങ്ങൾ നാളെ നഷ്ടപരിഹാരത്തിനുള്ള നോട്ടീസ് കൊടുക്കും. ഞങ്ങൾ സമരം ചെയ്യുന്ന നോട്ടീസ് നമ്മൾ അംഗീകരിച്ചു. സമരത്തെ അടിച്ചമർത്താനോ ഉപദ്രവിക്കാനോ ഒന്നും പോയിട്ടില്ല. യാതൊരുവിധ അക്രമത്തിനോ നമ്മൾ പോലീസിനെ ഉപയോഗിച്ച് അവരെ ഒന്നും ചെയ്തിട്ടില്ല. മാനേജ്മെൻറ്റ് വണ്ടികൾ ഓടിച്ചു. ഹാജരായ ജീവനക്കാരെ വെച്ചുകൊണ്ട് അന്തസ്സായിട്ട് കേരളത്തിൽ വണ്ടി ഓടിച്ചു. ആ ജീവനക്കാർ ആത്മാർത്ഥമായ സഹകരണം, വന്നവരുടെ സഹകരണം ഉണ്ടായി. ബദലി ജീവനക്കാരെ ഉപയോഗിച്ചും വണ്ടി ഓടിച്ചു.
പക്ഷേ സമരം ചെയ്യുമ്പോൾ പിന്നെ ബദലി ജീവനക്കാർ നിയമവിരുദ്ധമാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് കേട്ടിട്ട് ആരും വരണ്ട കേട്ടോ, എല്ലാം അടച്ചിട്ടേക്കാം എന്നും പറയാൻ സർക്കാരിന് പറ്റില്ല. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.